രോഹിതേട്ടാ, കണ്ണൂരിൽ LDF കോൺഗ്രസ് എസിന് കൊടുത്തിരുന്ന സീറ്റ്, കടന്നപ്പള്ളി രാമചന്ദ്രന് കൊടുത്തിരുന്ന സീറ്റ് തിരിച്ചെടുക്കുമെന്നും അങ്ങനെയാണെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മാറുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അവിടെ കെ സുധാകരനെ ഒരു തുറുപ്പ് ചീട്ടായി കോൺഗ്രസ് UDF ഇറക്കുമെന്നും തോന്നുന്നുണ്ടോ? അല്ല, കണ്ണൂര് CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം നടക്കുന്ന ജില്ലകളിൽ ഒന്നാണ്. പക്ഷേ കണ്ണൂരിന്റെ പ്രശ്നം എന്താ? കണ്ണൂർ കോർപ്പറേഷൻ അടക്കം UDF-ന്റെ കയ്യിലാണ്. കണ്ണൂരിന്റെ MP-യുടെ പേര് കെ സുധാകരൻ എന്നാണ്. വലിയ ഇടതുപക്ഷ വിളനിലം എന്നൊക്കെ പറയാമെങ്കിൽ പോലും അവിടെ കോൺഗ്രസ് അവിടെ ഒരു മേൽക്കൈ നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടം, KK ശൈലജ മത്സരിക്കുന്ന മട്ടന്നൂർ പോലെയൊക്കെയുള്ള മണ്ഡലങ്ങളിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം ജയിച്ചു വരുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സണ്ണി ജോസഫ്, KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് പോലും കോൺഗ്രസിന്റെ ആയി ജയിച്ചു വരുന്ന കണ്ണൂരിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കണ്ണൂർ നിയമസഭ മണ്ഡലം, കണ്ണൂർ ജില്ലയിൽപ്പെടുന്ന കണ്ണൂർ നിയമസഭാ മണ്ഡലം വലിയൊരു രാഷ്ട്രീയ പോരിന് ഇത്തവണ വേദിയാകാനുള്ള സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കാലങ്ങളായി കോൺഗ്രസ് എസിനാണ് ഈ കണ്ണൂർ നിയമസഭാ മണ്ഡലം കൊടുത്തു പോരുന്നത്. അപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന കോൺഗ്രസ് എസിന്റെ നേതാവ്, അപ്പം പിണറായി വിജയനുമായി ഏറ്റവും അടുപ്പം സൂക്ഷിക്കുന്ന നേതാക്കന്മാരിൽ ഒരാളാണ്. പിന്നെ രാമേന്ദ്രേട്ടന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു ഏത് പരിപാടി കുറിച്ചാലും രാമേന്ദ്രേട്ടൻ കണ്ണൂരിലുണ്ട്. ഒരു കുട്ടികളോടും മുതിർന്നവരോടും ഒക്കെ അങ്ങോട്ട് പോയി മിണ്ടിയും പറഞ്ഞും കണ്ണൂരിന്റെ ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരു നേതാവ് തന്നെയാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ. അതുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാരൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ല മന്ത്രി പദങ്ങളൊക്കെ ലഭിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ആരോഗ്യപരമായ കാരണങ്ങളാൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇനി മത്സരിക്കാനുള്ള സാധ്യത കണ്ണൂരിൽ തുലോം തുച്ഛമാണ്. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് എസിന് ഒരു കാരണവശാലും ആ സീറ്റ് ഇടതുപക്ഷം കൊടുക്കാനുള്ള സാധ്യതകളും നമ്മൾ മുന്നിൽ കാണുന്നില്ല. CPM ആ സീറ്റ് തിരിച്ചെടുക്കണമെന്ന ആവശ്യം കണ്ണൂര് ഉയർന്നു കഴിഞ്ഞു. പാർട്ടി വേദികളിൽ അത് ഉന്നയിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ ആര് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന ചോദ്യം ബാക്കിയുണ്ട്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് ഒരു നല്ല സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നല്ലൊരു സ്ഥാനാർത്ഥി. അങ്ങനെയെങ്കിൽ ആരെ കൊണ്ട് കോൺഗ്രസ് ഈ കളം നേരിടും എന്ന ചോദ്യം ബാക്കിയാവാണ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് കെ സുധാകരൻ, കണ്ണൂരിന്റെ MP. അപ്പോൾ ഈ കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമോ എന്ന ചോദ്യമാണ് മേഘ ചോദിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് 6ഓളം MP-മാർ, കയ്യിലുള്ള 18 MP-മാരിൽ 6ഓളം MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള സാധ്യത നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ കണ്ണൂർ CPM തിരിച്ചെടുക്കാനാണെങ്കിൽ ഈ 6 എന്നുള്ളത് ഒരു പക്ഷേ 7 ആകേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. എന്ത് വില കൊടുത്തും UDF-ന് നിയമസഭാ മണ്ഡലങ്ങൾ പിടിക്കേണ്ടെന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പം അതില് ചില മണ്ഡലങ്ങൾ കോൺഗ്രസിന് ബാലികേറാമലയായി നിൽക്കുകയും എന്നാൽ ചില നേതാക്കന്മാർ അവിടെ മത്സരിച്ചാൽ ഉറപ്പായും തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന ചില മണ്ഡലങ്ങൾ, അതായത് കോന്നി പോലെയൊക്കെയുള്ള മണ്ഡലങ്ങൾ. അടൂർ പ്രകാശിന്റെ കോന്നി, ഒരിക്കലും ജനീഷ് കുമാറിന്റെ കോന്നി എന്നല്ല കോന്നി അറിയപ്പെടുന്നത്, അടൂർ പ്രകാശിന്റെ കോന്നിയാണ്. അപ്പോൾ അടൂർ പ്രകാശ് നിയമസഭയിലേക്ക് മത്സരിക്കാൻ കോന്നിയിലെത്തിയാൽ ജനീഷ് കുമാർ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കൊത്തളങ്ങളൊക്കെ തകർക്കും. അതിന്മേലേക്ക് ഈ പറയപ്പെടുന്ന അടൂർ പ്രകാശിന്റെ പഴയ കൊത്തളങ്ങൾ റീപ്ലേസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും കോന്നിയിലെ ജനത ആഗ്രഹിക്കുന്നുണ്ട് അടൂർ പ്രകാശിന്റെ ഒരു മടങ്ങിവരവ്. അടൂർ സംവരണ മണ്ഡലമാണ്, CPI-യുടെ സീറ്റാണ്. ചിറ്റയം ഗോപകുമാറാണ് MLA. 3 ടേം പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചിറ്റയം ഗോപകുമാർ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ തവണത്തെ ഇപ്പൊ കഴിഞ്ഞാൽ അതിന് മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ സുരേഷിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്. അപ്പം ചിറ്റയം ഗോപകുമാറിന് അല്ലെങ്കിൽ ചിറ്റയം ഗോപകുമാർ നേതൃത്വം കൊടുക്കുന്ന അടൂരിലെ CPI അതിനെ നേരിടണമെങ്കിൽ MG കണം എന്ന് പറയുന്ന ഒരു നല്ല നേതാവ് കോൺഗ്രസിന് എടുത്തു കാണിക്കാൻ ദളിത് വിഭാഗത്തിൽ നിന്ന് അടൂരിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം ഈ അടുത്ത കാലത്താണ് സംഭവിച്ചത്. ഒരുപക്ഷെ കൊടിക്കുന്നിൽ സുരേഷ് MP അടൂരിൽ മത്സരിച്ചാൽ അടൂര് UDF-നൊപ്പം പോരുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല. കാരണം അടൂർ ലോക്സഭാ മണ്ഡലം, പഴയ അടൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹത്തിന് നല്ല പരിചയമുള്ള, അദ്ദേഹത്തിന്റെ ലോക്സഭാ മണ്ഡലത്തിനോട് ചേർന്ന് കിടക്കുന്ന നിയമസഭാ മണ്ഡലം, അദ്ദേഹത്തിന് വ്യക്തികേന്ദ്രീകൃതമായി പേരെടുത്ത് വിളിക്കുവാൻ അറിയാവുന്ന വോട്ടർമാരുള്ള സ്ഥലം. അപ്പോൾ അവിടെ സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കി വെച്ച ബ്ലാക്ക് മാർക്ക് പാലക്കാട് കിടക്കുന്നുണ്ട്. ആ പാലക്കാട് തിരിച്ചു പിടിക്കണമെങ്കിൽ സന്ദീപ് വാര്യരുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നതെങ്കിൽ പോലും ഷാഫി തിരിച്ച് പാലക്കാടേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് വെച്ചാൽ അത് റിസ്ക് എടുക്കാൻ VD സതീശനോ KPCC അധ്യക്ഷനോ അല്ലെങ്കിൽ AICC-യോ തയ്യാറെടുക്കില്ല. കാരണം ആ പാലക്കാട് അഭിമാന പോരാട്ടമായി മാറും. ഷാഫി മടങ്ങി പാലക്കാടേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായാൽ ഷാഫിയെ പാലക്കാടേക്ക് കൊണ്ടുവരികയോ, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 25 വർഷക്കാലമായി UDF-ന് MLA-മാരുണ്ടെങ്കിലും കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വരുന്ന ഒരു MLA ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ
ഷാഫി പറമ്പിലിനെ കൊയിലാണ്ടി പോലെ ഒരു മണ്ഡലത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചാൽ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് കോഴിക്കോട്ടെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ചില നേതാക്കന്മാർ വരുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരു 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 ക്രൗഡ്. രാഹുൽ ഗാന്ധി ലോക്സഭയിൽ മത്സരിക്കാൻ വന്നതുകൊണ്ട് ആണ് കഴിഞ്ഞതിന് മുമ്പ് തവണ 19 സീറ്റ് കിട്ടിയത് എന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു. അതൊന്നുമല്ല, ജനം അടുത്തതുകൊണ്ടാണ് ഇടതുപക്ഷത്തെ. അപ്പൊ അങ്ങനെ ഒരു തരംഗം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പൊ ഷാഫി കോഴിക്കോട് മത്സരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു തരംഗമാണ്. പ്രത്യേകിച്ച് മലബാറിന്റെ മണ്ണാണ്. മലബാറിന്റെ മണ്ണിൽ ഷാഫി കിട്ടുന്ന ഒരു സ്വീകാര്യത നമ്മൾ വടകരയിൽ കണ്ടതാണ്. ഷാഫിക്ക് ആ പണി അറിയാവുന്ന ആളാണ്. സ്വാഭാവിക പാലക്കാടോ അല്ലെങ്കിൽ കോഴിക്കോട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ നൽകുക. ഇങ്ങനെ നോക്കുമ്പോൾ 6ഓളം ലോക്സഭാ അംഗങ്ങൾ മത്സരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ശബരിനാഥൻ കോർപ്പറേഷനിലേക്ക് മത്സരിച്ചു, കൗൺസിലറായി. അടൂർ പ്രകാശ് കോന്നിയിലേക്ക് വന്നാൽ അടൂർ പ്രകാശിന്റെ വിജയം സുനിശ്ചിതമാണ്. അങ്ങനെയെങ്കിൽ അടൂർ പ്രകാശ് രാജിവെക്കുന്ന ലോക്സഭാ മണ്ഡലത്തേക്ക് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ശബരിനാഥനെ അവിടെ മത്സരിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ആ ഒരു വാഗ്ദാനം അവിടെ ലഭിച്ചിട്ടുണ്ടാകാം, എനിക്കറിയില്ല. മേ ബി അങ്ങനെയാണ് രാഷ്ട്രീയ കേരളത്തിലെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഇനി താങ്കൾ ചോദിച്ച കെ സുധാകരൻ എന്ന കുമ്പക്കുടി സുധാകരൻ, കുമ്പക്കുടി സുധാകരൻ, അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് MLA സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് പൊതുവിലും പറയുന്നത്. കഴിഞ്ഞ ദിവസം മേഘ കെ സുധാകരനുമായി ഒരു അഭിമുഖം നടത്തിയിരുന്നു. താമസിയാതെ നേഷൻ ഫസ്റ്റിൽ വരും. എങ്ങനെയുണ്ട്? അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം ഉള്ളതായിട്ട് തോന്നിയോ? പയറ് പോലെ ഓടി നടക്കുന്നത് രാവിലെ. എനിക്കൊന്ന് ഞങ്ങൾ എത്തിയ സമയം മുതൽ ഒരു 10-15 പേര് കാണാൻ നിൽക്കുന്നുണ്ട്. എല്ലാരോടും തമാശയൊക്കെ പറഞ്ഞ് വളരെ ഹാപ്പിയായി, വളരെ ചില്ലായി. എന്നോടും തമാശയൊക്കെ പറഞ്ഞ് കുറേയധികം നേരം സംസാരിച്ചിരുന്നു. ഇനിയും അടുത്തൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയിച്ച് അവിടെ ഇരിക്കാൻ ആ ഒരു ആർജവം രാഷ്ട്രീയം പറയുന്നതിൽ ഓർമ്മക്കുറവൊന്നും ഇല്ലല്ലോ. ഒരു ഓർമ്മ. അദ്ദേഹത്തിന് പണ്ട് അദ്ദേഹത്തിന്റെ നേർക്ക് ബോംബെറിഞ്ഞ കഥയൊക്കെ ഇങ്ങനെ എനിക്ക് മേഘയോടൊരു പരാതിയുണ്ട്. ഞാൻ കുറെ കാലം കൊണ്ട് ആഗ്രഹിച്ച ഒരു അഭിമുഖമാണ് കെ സുധാകരന്റെ അഭിമുഖം. അത് മേഘ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതിലൊരു പരിഭവം എനിക്ക് പറയാനുണ്ട്. എങ്കിൽ പോലും പോട്ടെ, ചാനലിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും വിളിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞു അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരും, അത് കഴിഞ്ഞ് എനിക്ക് മേഘ ഒന്നുകൂടെ കാണണം. അപ്പൊ അദ്ദേഹം പറയുന്നത് കെ സുധാകരൻ MP ആയിട്ടാണോ കെ സുധാകരൻ MLA ആണോ അങ്ങനെ കാണാതെ ഒരു ചോദ്യം മേഘയോട് ചോദിക്കാമായിരുന്നു. ഞാൻ അപ്പോൾ പ്രതീക്ഷിച്ചില്ല അദ്ദേഹം MLA സ്ഥാനത്തേക്ക് മത്സരിക്കും എന്നുള്ളൊരു ധാരണ എനിക്ക് വന്നില്ല. ഇല്ലാതായിപ്പോയി. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വരുമ്പോൾ മേഘയ്ക്കൊപ്പം ഞാനും വരാൻ ശ്രമിക്കാം. എന്നിട്ട് ഇന്റർവ്യൂ ഞാൻ കട്ടെടുത്ത് എടുക്കുന്നതായിരിക്കും. ഓക്കെ, കുമ്പക്കുടി സുധാകരൻ ആരാണ് ഈ മനുഷ്യനെന്ന് ചിന്തിക്കണം. ഇന്നിന്റെ കാലത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുമ്പക്കുടി സുധാകരേട്ടന്റെ കെ സുധാകരന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ബെനിഫിറ്റ്സുകൾ മുഴുവൻ VD സതീശനിലേക്കും ഈ പറയപ്പെടുന്ന KC വേണുഗോപാലിലേക്കും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയിലേക്കും അല്ലെങ്കിൽ മറ്റു പല നേതാക്കന്മാരിലേക്കും ഒക്കെ നിങ്ങൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഓർക്കേണ്ട പേരാണ് കുമ്പക്കുടി സുധാകരൻ. കേരള ചരിത്രത്തിൽ ആദ്യമായ ഒരു തുടർഭരണം നേടുന്ന സർക്കാരായി പിണറായി വിജയൻ സർക്കാർ മാറുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ, അതായത് ഉമ്മൻചാണ്ടി സർക്കാർ ആയിരുന്നു ഈ ക്രെഡിറ്റ് എടുക്കേണ്ടുന്ന ഒരു സർക്കാർ. അത്രയും ജനോപകാരപ്രദമായ പല പദ്ധതികൾ ആവിഷ്കരിച്ച് നാടിനെ വികസനത്തിൽ നിന്നും കരുതലിലേക്കും പിടിച്ചുകൊണ്ടുപോയ, വികസനത്തിൽ നിന്നും വികസനത്തിലേക്കും കേരളത്തിന്റെ അഭിമാനമായ പദ്ധതികൾ മുഴുവൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സംഭാവനകളായിരുന്നു. പക്ഷേ പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത ചില നേതാക്കന്മാരുടെ പിടിപ്പുകേട് കൊണ്ട് അനാവശ്യമായ ബാർക്കോഴ വിവാദങ്ങളിലേക്കും സോളാർ വിവാദങ്ങളിലേക്കും പാർട്ടി ആ സർക്കാരിനെ സംരക്ഷിക്കാൻ തയ്യാറായില്ല. അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോരുകളിൽ ആ സർക്കാർ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പണി മേടിച്ചു. ഞാൻ ഇപ്പോഴും പറയുന്നു, സോളാർ കേസിൽ ഇടതുപക്ഷം ഉമ്മൻചാണ്ടിയെ ഉപദ്രവിച്ചതിനേക്കാൾ കൂടുതൽ ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉപദ്രവിച്ചിട്ടുണ്ട്. അന്നത്തെ മാധ്യമങ്ങൾക്ക് അതിനെ ഏറ്റവും കൂടുതൽ എക്സ്ക്ലൂസീവ് അടിച്ച മാധ്യമ പ്രവർത്തകർക്ക് അതിന് വേണ്ടുന്ന ഡേറ്റകൾ ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് നേതാക്കന്മാരാണ്. പേര് ഞാൻ പറയുന്നില്ല. അവരൊക്കെ ഇന്നും സജീവമായി കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി മരണപ്പെട്ടു. അദ്ദേഹം മരണത്തിനോടെ അദ്ദേഹം വിശുദ്ധനാണ് എന്ന് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നിയമപരമായിട്ടും ധാർമ്മികമായിട്ടും എല്ലാ രീതിയിലും തകർന്ന തരിപ്പിടമായി പോയൊരു പാർട്ടി. ആദ്യത്തെ 5 വർഷക്കാലങ്ങൾ ശബരിമല ഇഷ്യൂ അടക്കം പിണറായി സർക്കാർ തൊലഞ്ഞ് താഴെ പോകുമെന്ന് ചിന്തിച്ചെടുത്തതെന്ന് പിണറായി സർക്കാർ വലിയ ഭൂരിപക്ഷത്തിൽ 2ാം പിണറായി സർക്കാർ ഉണ്ടാക്കണം. പാർട്ടി പ്രവർത്തകർ ആകെ നിരാശരാണ്. BJP വലിയ രീതിയിൽ കേരളത്തിൽ വളരുന്നു. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി നേരിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട്, അമിത്ഷാ നേരിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് BJPക്ക് വലിയൊരു വളർച്ച ഉണ്ടാകുന്നു. വർഗീയ ശക്തികൾ പടർന്നു കയറുന്നു. SDPയും പോലെയുള്ള പാർട്ടികൾ. ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, വർഗീയ കൊലപാതകങ്ങൾ, കോൺഗ്രസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് പുറത്തിറങ്ങി പറയാനുള്ള ആത്മധൈര്യം കോൺഗ്രസ്സുകാരന് നഷ്ടപ്പെട്ടു പോയൊരു കാലം, അങ്ങനെയാണ് പറയാം. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന പല ആരോപണങ്ങളും, എല്ലാ ദിവസവും ഓരോ ആരോപണമായി രമേശ് ചെന്നിത്തല വരും. പക്ഷെ പാർട്ടി ഒപ്പം നിന്നില്ല. യുവജന സംഘടനകൾ സമരമുഖത്ത് ഉണ്ടായിരുന്നില്ല. സത്യമാണത്.
അങ്ങനെ ആയിരുന്നില്ല ആ പ്രതിപക്ഷം പെരുമാറേണ്ടിയിരുന്നത്. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയുടെ വാക്കുകളെ ജനം സ്വീകരിച്ചില്ല, പാർട്ടി പ്രവർത്തകർ പോലും സ്വീകരിക്കാത്തൊരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ എന്തിനീ പാർട്ടി പ്രവർത്തനം പല കോൺഗ്രസ്സുകാരനും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും. കേരളത്തിൽ അധികാരമില്ല, കേന്ദ്രത്തിൽ അധികാരമില്ല, ത്രിതല പഞ്ചായത്തുകളിൽ അധികാരത്തില്ല, മെമ്പർമാരില്ല, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരില്ല, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരില്ല. കോൺഗ്രസ് അങ്ങനെ ആയിരുന്നില്ല. ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ചുള്ള അതൊന്നും ഒരു പുതുമയല്ല. അവരൊന്നുമില്ലായ്മയിൽ നിന്ന് പൂജ്യത്തിൽ നിന്ന്, പക്ഷെ കോൺഗ്രസ് അങ്ങനല്ല, പ്രതാപത്തിൽ നിന്നൊരു പാർട്ടി. ഞങ്ങൾ ആരെ പ്രതീക്ഷിക്കണം? കേന്ദ്രം പോയാലും കേരളത്തിൽ ഒരു ഭരണം കിട്ടും, തുടർഭരണം കിട്ടും എന്ന പ്രതീക്ഷയിൽ നിന്നാണ്. ആർക്ക് വേണ്ടി പ്രവർത്തിക്കണം? KPCCയുടെ തണുത്ത നേതൃത്വം. ഈ സമയത്താണ് ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. എന്നും കേട്ട ഒരു വാർത്തയാണ്, സുധാകരനെ വിളിക്കൂ കോൺഗ്രസ്, ഇന്ദിരയെ വിളിക്കൂ കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് കേട്ടതിന് ശേഷം പിന്നീട് കേട്ടുള്ള സുധാകരനെ വിളിക്കുക. കാരണം എന്താ അറിയൂ? വാക്കുകൾ കൊണ്ട് പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന നേതാവ്. ഇത് വാക്കുകൊണ്ട് മാത്രമല്ല, പ്രവൃത്തി കൊണ്ടും. കണ്ണൂരിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ BJP ഒന്നുമല്ലാതിരുന്ന കാലത്ത് പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ പേടിച്ചിരുന്ന ഒരൊറ്റ പേരേ ഉള്ളൂ, അത് കുമ്പക്കുടി സുധാകരൻ്റെതാണ്, K സുധാകരൻ്റെയാണ്. കലാലയ രാഷ്ട്രീയം മുതൽ ഇങ്ങോട്ട് കണ്ണൂരിൽ അവരെ വിറപ്പിച്ച നേതാവിനെ KPCC അധ്യക്ഷനാക്കാൻ AICC തീരുമാനിക്കുന്നു. അവിടെ മാറി കോൺഗ്രസിന്റെ തലവര. പറയേണ്ടതാണ്, ആരും പറയാതെ പോയ ഒന്നാണ്. ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആരും പറയാതെ പോയ പേരാണ് K സുധാകരൻ്റേത്. പ്രവർത്തകർക്ക് ഞങ്ങൾക്കൊരു നാഥനുണ്ട് എന്ന തോന്നലുണ്ടായി. ഓർമ്മയുണ്ടാവും ഒരു ഓഡിയോ ക്ലിപ്പ്, അദ്ദേഹത്തെ വിളിക്കുക, ഞങ്ങളെ അടിച്ചാൽ എന്താടാ തിരിച്ചടിച്ചൂടെ? അത് മതി. ലീഡർ K കരുണാകരൻ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമാണ്, അദ്ദേഹം രഹസ്യമായി ഇതോ പറയുമായിരുന്നു എന്ന് പല നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. എടാ അവിടെ ഒരു പ്രശ്നമുണ്ടോ, ഒന്ന് നോക്കിയേക്കണേ. അതിലുണ്ടല്ല, എങ്ങനെ നോക്കണമെന്നുള്ളതും എങ്ങനെ നോക്കരുതെന്നുള്ളതും ആ വാചകത്തിലുണ്ട്. തനിക്കെതിരെ പ്രവർത്തിക്കുന്ന തന്റെ പിള്ളേരെ, അതേ പറഞ്ഞുതരാ, എന്റെ ഇടത്തും വലത്തും നിൽക്കുന്ന പിള്ളേരെ അരിഞ്ഞു വീഴ്ത്തിയവന്മാരോട് നോ കോംപ്രമൈസ്. അതാണ് രാഷ്ട്രീയം, കണ്ണൂരിന്റെ രാഷ്ട്രീയം, അല്ലാതെ സെറ്റിൽമെന്റ് രാഷ്ട്രീയമല്ല. ആ മനുഷ്യൻ വന്നതോടുകൂടി ഇവിടുത്തെ ഈ KSUക്കാരന്, യൂത്ത് കോൺഗ്രസ്സുകാരന്, മഹിളാ കോൺഗ്രസ്സുകാർക്ക് ഞങ്ങൾക്കൊരു നാഥനുണ്ടേ, പേര് K സുധാകരൻ എന്നാ. പക്ഷെ അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രായാധിക്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നത്തിന് ഇറങ്ങുമ്പോൾ ഞങ്ങളെ പാർട്ടി സംരക്ഷിച്ചോളൂ എന്ന് തോന്നലുണ്ടാക്കി കൊടുക്കാൻ K സുധാകരന് സാധിച്ചു. അതിലൂടെ പാർട്ടി പ്രവർത്തകർ വീണ്ടും ആവേശത്തിലായി. ഒരു VD സതീശൻ K സുധാകരൻ കൂട്ടുകെട്ടിൽ പാർട്ടിക്ക് ഒരു പുതുജീവൻ വന്നു. പിന്നീട് അദ്ദേഹത്തെ മാറേണ്ടുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ പോയി. VD സതീശനും K സുധാകരനുമായ ചില പടലപ്പിടക്കങ്ങൾ, ത്രിതല പഞ്ചായത്ത് ഈ പറയപ്പെടുന്ന ബൈ ഇലക്ഷനുകളുടെ റിസൾട്ട് വരുമ്പോൾ അതിന്റെ അവകാശവാദം ഉന്നയിക്കുന്ന രീതി. എന്നിട്ടും അദ്ദേഹം അതിനൊന്നും നിന്നില്ല. എനിക്കറിയാം, പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന് സുഖമില്ലാതിരിക്കുന്ന സമയമാണ്. അദ്ദേഹം വന്നു, അവിടെ ഇരുന്നു, ഇദ്ദേഹം പറയണം എന്ന് പറഞ്ഞിട്ട് പുള്ളി എണീറ്റ് പോയി. പക്ഷെ ആ മനുഷ്യന്റെ പേര് ആരും മറക്കരുത് എന്നുള്ളതാണ്. പ്രവർത്തകർക്ക് ആവേശമാണ്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആദർശമാണ് വലുത്. ആദർശവും ആവേശവും ഒരുപോലെ കൊടുത്തിട്ടുള്ള നേതാവാണ്. നീ ആരാടാ എന്ന് ചോദിച്ചാൽ ഇത് ഞാനാടാ, സുധാകരനാടാ, അല്ലെങ്കിൽ സുധാകരന്റെ പിള്ളേരാടാ എന്ന് പറയാനുള്ള ഒരു ധൈര്യം പ്രവർത്തകർക്ക് ആ പേര് നൽകുന്നുണ്ട്. അതെ, ഇന്ന് രാവിലെ ഞാൻ രാഹുലുമായി സംസാരിക്കായിരുന്നു. രാഹുൽ കലാലയ രാഷ്ട്രീയത്തിലൊക്കെ വളരെ സജീവമായിരുന്ന വ്യക്തിയാണ്. പുള്ളി എന്നോട് പറയാണ്, എന്റെ ആഗ്രഹം K സുധാകരൻ മത്സരിക്കണം, എന്നിട്ട് ആഭ്യന്തര വകുപ്പിൽ എങ്ങനെ ഇരിക്കണം, എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ജീവൻ TVയിൽ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരികയാണ്. പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ആരാണ് അത്, ഈ CI ആണോ എന്ന് ചോദിക്കുന്ന ഒരു വീഡിയോ. അത് പ്രവർത്തകർക്ക് കൊടുത്ത ആവേശമുണ്ടല്ലോ, അതിനെ പറ്റിയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, സുധാകരൻ എന്നും ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ആയിരിക്കുന്നത്. അദ്ദേഹം MP ആയിരിക്കുമ്പോൾ, KPCC അധ്യക്ഷനായിട്ടിരിക്കുമ്പോഴാണ് എന്താ അടിച്ചൊക്കെ തിരിച്ചടിക്കാറില്ലേ എന്ന് ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷനോ ഒന്നും അല്ല, പാർട്ടി, ആ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന പ്രവർത്തകർ. അങ്ങനെ ആവേശം കൊടുക്കുന്ന നേതാവിനെ CPM പറയാമോ? അവിടെയാണ് വ്യത്യാസം. ആ K സുധാകരനാണ് കണ്ണൂരിൽ മത്സരിക്കാൻ വരുന്നതെങ്കിൽ ഈ വാറും. പക്ഷെ K സുധാകരൻ വരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം തന്നെയായിരിക്കും കേരളത്തിലെ. കാരണം അത്രയും സീനിയറായ ഒരു നേതാവ് കൂടി ജയിച്ചു വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ ക്ലെയിം ഇവിടെ കൂടുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അല്ല, എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം മത്സരരംഗത്തേക്ക് വരുമെന്ന്. പക്ഷെ കണ്ണൂരിൽ മുന്നിൽ നിന്ന് നയിക്കാൻ K സുധാകരൻ ഉണ്ടാകും. കണ്ണൂരിന്റെ പ്രിയപ്പെട്ട സുധാകരൻ ഉണ്ടാവും.